ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് US സ്റ്റോക്സ് ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചാണ്. ചൂട് തുടങ്ങി ഞാൻ AC ഓഫ് ചെയ്തിട്ടുണ്ട് പേജ് തോന്നിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാനിപ്പോൾ ആക്ച്വലി കുറേ കാലമായിട്ട് ഇപ്പോൾ 2 കൊല്ലമായിട്ട് നമ്മൾ US സ്റ്റോക്സ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് IND മണിയാണ്. ഞാൻ ആക്ച്വലി IND മണിയിലാണ് US സ്റ്റോക്സും ചെയ്യുന്നത്, ഇന്ത്യൻ സ്റ്റോക്സും ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ട് ചിലത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറേ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ഞാൻ കാണിച്ചുതരാം. അവിടെ നിങ്ങൾക്ക് ഇതിൽ ഇൻഡുമണി കാണുന്നുണ്ടായിരിക്കും, ഗ്രോ കാണുന്നുണ്ടായിരിക്കും, ഏഞ്ചൽ വൺ കാണുന്നുണ്ട്, പിന്നെ ഏതാണ്ടല്ലോ, പിന്നെ ബ്ലാക്ക് ഉപയോഗിക്കുന്നുണ്ട് ക്ലിയർ ടാക്സുകാരെ, പിന്നെ 2-3 ഒഫീഷ്യൽ ആയിട്ടുള്ള ബാങ്ക് ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്സും സംഭവങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ US സ്റ്റോക്സ് ഞാൻ ആക്ച്വലി നമുക്ക് വേറെ ഓപ്ഷൻ ഉള്ളത് വെസ്റ്റഡ് ഉണ്ട്, പക്ഷെ അതൊക്കെ ഡയറക്റ്റ് യൂറോപ്യൻ ബ്രാൻഡ്. ഇത് ഇന്ത്യ മണി എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി എന്താ ഗുണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ കുറേ കാലം മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇവർ ആക്ച്വലി SBM ബാങ്ക് ആയിട്ടാണ് ടൈപ്പ് ചെയ്തിട്ടായിരുന്നു നമുക്ക് നിങ്ങൾക്ക് അറിയാം US സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് US ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും. ഒരു ഓൾമോസ്റ്റ് 2 ദിവസങ്ങൾ എടുക്കാറുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഈ വാലറ്റിലേക്ക് ക്യാഷ് ആയിട്ട് തന്നിട്ട് അത് ഡോളറിലേക്കായിട്ട് കൺവേർട്ട് ആയിട്ട് വരാൻ, എന്നിട്ട് വേണം നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു ടൈം എടുക്കും. അപ്പോൾ അത് ആക്ച്വലി ആദ്യം SBM ബാങ്ക് ആയിരുന്നു, ഇപ്പോൾ അവർ പക്ഷേ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല കാര്യം തന്നെയാണ്. ഫെഡറൽ ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് SBM ബാങ്കായിട്ടും കുറച്ചുകൂടി ഫേമസ് ആയിട്ട് ഇന്ത്യയിലുള്ള ബാങ്കാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് കൂടെ കാണിക്കാം. എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് 20% ഒക്കെയാണ് നമുക്ക് റിട്ടേൺ സംഭവം ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ US സ്റ്റോക്ക് മാർക്കറ്റ് ഹ്യൂജ് ആണ്. നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻ ഇല്ല. ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 2 ETF-ഉം 4 സ്റ്റോക്സുകളാണ്. ഞാൻ ആക്ച്വലി ഇന്ത്യലിന്റെ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ടോട് കൊടുക്കാട്ടോ. എനിക്ക് തോന്നുന്നത് സ്ക്രീനിൽ കാണിച്ചാൽ കാണുമോന്ന് അറിയില്ല. ഇന്ത്യലിന്റെ ഞാൻ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്ത്യയിൽ ഭയങ്കര ഡൗൺ അപ്പോൾ 20% ലോസിലാണ് കിടക്കുന്നത്. ഇന്ത്യൻ നമ്മുടെ ചിപ്പ് ഉണ്ടല്ലോ, പ്രൊസസർ ഉണ്ടാകുന്നത്, പണി കിട്ടിയതുകൊണ്ട് ഇന്ത്യലിനൊക്കെ AMD ഒക്കെ അടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനിപ്പോൾ റീസെന്റ് അത് എന്താ പറയുക, അതൊന്ന് ക്യാഷ് എടുത്തിട്ട് ഞാൻ ഗൂഗിളിൽ ഇട്ടു. ഞാൻ ഗൂഗിളിൽ ക്യാഷ് ഇടുന്നുണ്ട്, SIP ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ SIP ചെയ്യാം, നമുക്ക് ഫ്രാക്ഷണലായിട്ട് വാങ്ങിക്കും ചെയ്യാം. വേണമെങ്കിൽ 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് വാങ്ങിക്കാം. അങ്ങനെ ഗുണങ്ങളൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ചെയ്താക്കാൻ നമുക്ക് മറക്കണ്ട. നമ്മൾ ഇതിനെക്കുറിച്ച് മുമ്പ് വീഡിയോ ചെയ്തതാണ്. ഞാൻ നമ്മുടെ ഇന്ത്യ മണിയുടെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞാൽ ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക. പാൻ കാർഡും ആധാർ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഫ്രീ ആണ് കേട്ടോ. അതിന് എക്സ്ട്രാ ചാർജും സംഭവമൊന്നുമില്ല. അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും ഫെഡറൽ ബാങ്കിൽ, അതും ഫ്രീ തന്നെയാണ്. എക്സ്ട്രാ ചാർജ് സംഭവമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. വേറെ നോർമൽ പ്രൊസീജിയർ തന്നെയാണ്. ഞാനത് കാണിച്ചേണ്ട ആവശ്യമൊന്നുമില്ല എന്നുണ്ട്. ഇപ്പോൾ പഠിപ്പുള്ള ഇത് വായിച്ചു നോക്കി മനസ്സിലാവുന്ന ആർക്കും ചെയ്യാവുന്ന സംഭവങ്ങളുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഗൂഗിളിൽ ചെയ്യുന്നുണ്ട്, ആമസോൺ, ഫൈസർ, നിങ്ങൾക്ക് അതൊരു ഫാർമസ്യൂട്ടിക്കലാണ്. പിന്നെ 2 ETF ആണ്. ഇന്ത്യയിലുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഞാനിപ്പോൾ മാറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് റിട്ടേൺ വരുന്നത് ഗൂഗിളിലും ആമസോണാണ്. ETF കുഴപ്പമൊന്നുമില്ല. ETF നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ETF ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്റ്റോക്കിനെ കുറിച്ച് അറിയില്ല. ETF എന്ന് പറയുമ്പോൾ അതിലൊരു ബൾക്ക് ഫുൾ ഓഫ് സ്റ്റോക്സ് ആയിരിക്കും. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് അത് നമ്മളിപ്പോൾ ഒരു 100 തൊട്ട് കഴിഞ്ഞാൽ 1 രൂപ വെച്ചിട്ട് കുറേ സന്തിലേക്ക് പോകും. നമ്മുടെ എന്താ പറയുക, മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ, പക്ഷേ ഡിഫറൻസ് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വർക്കിങ്ങിലാണ് ഡിഫറൻസ് വരിക. സംഭവം ഒന്നും ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഇന്ത്യൻ മാർക്കറ്റിലും ഉണ്ട് ETF ഒക്കെ. പക്ഷേ US സ്റ്റോക്സിൽ നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസിലാണ്. ഒരെണ്ണം നമ്മുടെ എന്താ പറയുക, ഡയറക്റ്റ് സ്റ്റോക്കും ഇപ്പോൾ ആമസോണിന്റെയും ഗൂഗിളിന്റെയും. ഇപ്പോൾ നിങ്ങൾ കേൾക്കാത്ത കുറേ US കമ്പനികളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ കമ്പനികളുണ്ട്, ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞത്, നെറ്റ്ഫ്ലിക്സ്, അങ്ങനെ കുറേ സംഭവമുണ്ട്. അപ്പോൾ അതിൽ ചെയ്യാം, അല്ലെങ്കിൽ ETF-ലും ചെയ്യാം. SIP ആയിട്ടും ചെയ്യാം. നിങ്ങൾക്ക് മിനിമം 500 രൂപ വെച്ചാൽ നിങ്ങൾക്ക് SIP തുടങ്ങാം. എത്ര എമൗണ്ട് വേണമെങ്കിൽ 500 തൊട്ട് നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണമെങ്കിൽ മന്ത്ലി SIP ആയിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് അതൊക്കെ ഈസി പരിപാടിയാണ്. ജസ്റ്റ് അതിൽ കാണിക്കുന്നത് ഈസി യൂസർ ഇന്റർഫേസ് തരുന്ന ഒരു ആപ്പാണ് ഇന്ത്യ മണി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇന്ത്യ മണി തന്നെയാണ്. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് ഇടയ്ക്കിടെ കാണിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ നോക്കി നോക്കാം. അപ്പോൾ വേറെ സംഭവമൊന്നുമില്ല. നമുക്കിവിടെ ആഡ് മണി ഓപ്ഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു ആഡ് മണി ഓപ്ഷൻ വരുന്നതാണ് ഈ പേജിൽ. അപ്പോൾ ആഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നമ്മുടെ UPI ത്രൂ, നെറ്റ് ബാങ്കിങ് ത്രൂ ആഡ് ചെയ്യാം. 2 ദിവസം പിടിക്കും അത് കൺവേർട്ട് ചെയ്തിട്ട് US ഡോളറായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറാൻ. എന്നിട്ട് വേണം നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒരു ലാഗ് വരിക. ആ കൺവേർഷൻ്റെ സംഭവത്തിൽ നിന്നാണ് ലാഗ് വരുന്നത്. അല്ലാണ്ട് വേറെ നമുക്ക് എക്സ്ട്രാ ചാർജ് സംഭവമൊന്നും പിടിക്കുന്നില്ല കേട്ടോ. ബ്രോക്കറേജ് ഫീസ് നമ്മളത് ചെയ്യുമ്പോൾ പിടിക്കുന്നുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും പിടിക്കുന്നില്ല. നിങ്ങളിപ്പോൾ ബാങ്ക് ത്രൂ ഒക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം 1000 രൂപ 2000 രൂപയൊക്കെ ഒരു പിടിക്കും ചാർജായിട്ട്, കൺവേർഷൻ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവം പിടിക്കും. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ടു ഇൻവെസ്റ്റ് ഇൻ US സ്റ്റോക്സ് ആണ് നമ്മുടെ ഈ സംഭവം അതിൻ്റെ മണി. ഞാൻ പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല, ഞാൻ ഇത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അല്ലാണ്ട് ഞാൻ ഓൾറെഡി സ്ക്രീൻഷോട്ട് സംഭവമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ ടാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് ടൈം
ഗെയിൻ ടാക്സ് ഉണ്ട്, ലോങ് ടൈം ഗെയിൻ ടാക്സ് ഉണ്ട്. ലോങ് ടൈമിൽ വരുമ്പോൾ നമുക്ക് 2 കൊല്ലത്തിന് മുകളിൽ ഹോൾഡ് ചെയ്തിട്ട് ഗെയിൻ അതിൽ പ്രോഫിറ്റ് വരുന്നതിനുള്ള ഗെയിനിലാണ് നമുക്ക് ടാക്സ് വരിക. അത് ഫിക്സഡാണ് 20% വരിക. മറ്റേത് നമ്മുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ചിട്ട് വേണ്ട. അതെല്ലാം ഇന്ത്യയിൽ തന്നെ അടയ്ക്കുന്നുണ്ട്. നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ അതിലെ വരേണ്ടത്. ബാക്കി വേറെ സംഭവമൊന്നും ക്വിക്കായിട്ട് പറയാനൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ എന്തെങ്കിലും സംശയം കാണണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നമ്മളതിൽ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ നമുക്ക് എല്ലാത്തിലും ഞാൻ ലിങ്ക് കൊടുത്തോളൂ, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ 2 ചാനൽ കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ പുതിയ ചാനൽ JCC പോലെ കാണാത്ത പോയി കണ്ടു നോക്കുക. നമ്മളതിൽ ടെക്നിക്കൽ ഫൈനാൻഷ്യൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് നമ്മളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ടെലിഗ്രാം പേജും ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ പറഞ്ഞോളൂ, എൻ്റെ മണിക്കാർ വിളിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഒരു നമ്മുടെ എന്താ പറയുക, ഞാനൊരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആപ്പിൽ കംപ്ലൈൻറ്റ് ചെയ്താൽ നമുക്ക് ഒരു കംപ്ലൈൻറ്റ് ചെയ്താൽ ഓൾമോസ്റ്റ് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ അവർ വിളിക്കും കേട്ടോ. അല്ലെങ്കിൽ അവർ നമുക്ക് ഒരു മെസ്സേജ് തരും. നല്ല കിടലും കസ്റ്റമർ സപ്പോർട്ട് ഉള്ളതാണ്. അപ്പോൾ അത് പറയാൻ നമ്മൾ കാണിച്ചത് എൻ്റെ വാച്ചിൽ അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അടുത്ത കാണാം. ബൈ.